ട്രിഗണോമെട്രി ഫങ്ഷൻസിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള രണ്ടോ മൂന്ന് പ്രോബ്ലംസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്, ആവർത്തിച്ച് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഇത്തരം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 2 students and A and B try to solve a problem independently. Their respective probabilities of solving the problem are 1/3 and 1/4. Find the probability that 4 പാർട്ടുണ്ട്. അതിൽ എ പാർട്ട് both of them solve the problem, ബി പാർട്ട് none of them solve the problem, സി പാർട്ട് at least one of them solve the problem, ഡി പാർട്ട് exactly one of them solve the problem. അപ്പോൾ അതിൽ നോക്കാം. 2 students and B try to solve a problem independently. 2 സ്റ്റുഡൻസ് എയും ബിയും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. Their respective probabilities of solving the problem are 1/3 and 1/4. രണ്ടുപേരുടെയും പ്രോബിലിറ്റി പറഞ്ഞിട്ടുണ്ട് 1/3ഉം 1/4. അതായത് എ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/3ഉം ബി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/4ഉമാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നേരം എടുക്കാം. അതിൽ ആദ്യത്തേത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം ആണ്. പിന്നെ നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ്, എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്. അപ്പോൾ നമുക്ക് രണ്ട് ഇവൻ്റ് ആണല്ലോ, എയും ബിയും 2 സ്റ്റുഡൻസ്. അതിൽ എ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ആ ഇവന് നമുക്ക് എ എന്ന് തന്നെ പേര് കൊടുക്കാം. ബി പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ആ ഇവന് ബി എന്ന് തന്നെ പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: പി ഓഫ് എ, ദാറ്റ് മീൻസ് പി ഓഫ് എ സോൾവ് ദ പ്രോബ്ലം, അത് 1/3 തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് എ കോംപ്ലിമെൻറ്റ്? എ കോംപ്ലിമെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ, എ ഒക്കർ ചെയ്തില്ല എങ്കിലാണ് നമ്മൾ എ കോംപ്ലിമെൻറ്റ് ഒക്കേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രോബബിലിറ്റി ഓഫ് എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം. ഒരു കോംപ്ലിമെൻറ്റ് മീൻസ് ദാറ്റ് ഇവൻ്റ് ഡസ് നോട്ട് ഒക്കർ. അപ്പോൾ എ എന്ന് ഉദ്ദേശിച്ചത് എ എന്ന സ്റ്റുഡൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എ എന്ന സ്റ്റുഡൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാത്തതിനെയാണ്. അതുകൊണ്ടാണ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം എന്ന് എഴുതിയത്. പക്ഷേ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റിൻ്റെ ഫോർമുല 1 - പ്രോബിലിറ്റി ഓഫ് എ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് 1 - 1/3 = 2/3. അത് കണ്ടുപിടിച്ചത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടും ഡി പാർട്ടും ചെയ്യുന്നതിന് അത് ആവശ്യമുണ്ട്, അതിനുവേണ്ടി കണ്ടുപിടിച്ചതാണ്. ഇനി ഇതുപോലെ പി ഓഫ് ബി എന്ന് പറയുന്നത് ബി എന്ന സ്റ്റുഡൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബി മീൻസ് പ്രോബിലിറ്റി ഓഫ് ബി സോൾവ് ദ പ്രോബ്ലം, അത് 1/4 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റോ പ്രോബിലിറ്റി ഓഫ് ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം ആണ്. അതിൻ്റെ ഫോർമുല 1 - പ്രോബിലിറ്റി ഓഫ് ബി ആണ്, അത് 1 - 1/4 = 3/4. അപ്പോൾ നമുക്ക് പി ഓഫ് എ 1/3 കിട്ടി, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് 2/3 കിട്ടി. പി എഫ് ബി 1/4 കിട്ടിയതല്ല, പി എഫ് ബി തന്നിട്ടുള്ളതാണ് 1/4, പി എഫ് ബി കോംപ്ലിമെൻറ്റ് 3/4. ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അതിന് എ പാർട്ടിലേക്ക് പോകാം. എ പാർട്ട് പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഓഫ് ദം സെലക്റ്റഡ് എന്നല്ല, സോൾവ് ദ പ്രോബ്ലം തിരുത്തിക്കൊള്ളേ. പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. രണ്ടുപേരും സോൾവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എയും സോൾവ് ചെയ്യുന്നു, ബിയും സോൾവ് ചെയ്യുന്നു. രണ്ടുപേരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. എ സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്തത്, ബി സോൾവ് ചെയ്യുന്നതിനാണ് ബി എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ബോത്ത് ഓഫ് ദം സോൾവ് മീൻസ് എ ആൻഡ് ബി എന്നാണ്. ആൻഡ് വരുമ്പോൾ നമ്മൾ ഇൻ്റർസെക്ഷനിൽ ഉപയോഗിക്കുന്നത്. എ ആൻഡ് ബി മീൻസ് എ ഇൻ്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ നമ്മൾ പഠിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി = പ്രോബിലിറ്റി ഓഫ് എ × പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എന്നാണ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി × പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി കാണാനുള്ള ഫോർമുല. പക്ഷേ ആ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണെങ്കിൽ ഫോർമുലയ്ക്ക് മാറ്റമുണ്ടാവും. അവിടെ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ × പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ദേ സോൾവ് ദ പ്രോബ്ലം ഇൻഡിപെൻഡൻ്റ്ലി എന്ന്. അപ്പോൾ ഒരാൾ സോൾവ് ചെയ്യുന്നതിനെ ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് മറ്റേയാൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയെ ബാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് തന്നെ ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഇവൻറ്റുകളും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആയതുകൊണ്ട് നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയെ നമുക്ക് പി ഓഫ് എ × പി ഓഫ് ബി എന്ന് എഴുതാം. അതൊരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതായത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ എ ആൻഡ് ബി എന്ന് വന്നാൽ പ്രോബിലിറ്റി കാണാൻ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. പ്രോബിലിറ്റി ഓഫ് എ ഇപ്പോൾ 2 ഇവൻ്റല്ല 3 ഇവൻ്റായാലും ഇങ്ങനെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് വന്നാൽ പ്രോബിലിറ്റി ഓഫ് എ × പ്രോബിലിറ്റി ഓഫ് ബി × പ്രോബിലിറ്റി ഓഫ് സി എന്ന്. എപ്പോഴാണ് ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പി ഓഫ് എ 1/3, പി ഓഫ് ബി 1/4, 1/3 × 1/4 = 1/12. അടുത്ത ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത്
പ്രോബിലിറ്റി ഓഫ് നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. നൺ ഓഫ് ദം സോൾവ് മീൻസ് ആരും സോൾവ് ചെയ്യുന്നില്ല. എ സോൾവ് ചെയ്യുന്നില്ല എന്നുള്ള ഇവൻറ്റിനെ നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്നാണ് ഡിനോട്ട് ചെയ്തത്. ബി സോൾവ് ചെയ്യുന്നില്ല എന്ന ഇവൻറ്റിനെ നമ്മൾ ബി കോംപ്ലിമെൻ്റ് എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ രണ്ടുപേരും സോൾവ് ചെയ്യുന്നില്ല മീൻസ് എ കോംപ്ലിമെൻ്റ് ആൻഡ് ബി കോംപ്ലിമെൻ്റ് എന്നാണ്. അത് അല്ലേ, നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ആൻഡ് ബി കോംപ്ലിമെൻ്റ്. ദാറ്റ് മീൻസ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. ഇവിടെയും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് അതായത് എന്ന് പറയുന്നത് എങ്ങനെയായി മാറും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ തീർച്ചയായും എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ഇവിടെയും അങ്ങനെ എഴുതാൻ സാധിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്. ഇൻഡിപെൻഡൻ്റ് അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അത് നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത ഇവൻ്റ് ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി കാണാൻ പറഞ്ഞാൽ നമ്മൾ അതിനെ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്നാവും. അതിനെ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതും. ദെൻ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാനായിട്ട് അഡീഷൻ തിയറം ഉപയോഗിക്കും. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഉപയോഗിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. എപ്പോഴാണ്? ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായും എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കൂ, അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ സാധിക്കില്ല. പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് 2/3. പി ഓഫ് ബി കോംപ്ലിമെൻറ്റും നേരത്തെ കണ്ടുപിടിച്ചതാണ് 3/4. ഇപ്പോൾ 2/3 ഇൻറ്റു 3/4 1/2. ഇനി ആ സി പാർട്ട് നോക്കിക്കുക. എന്താ സി പാർട്ട്? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് മീൻസ് ഒരാളെങ്കിലും സോൾവ് ചെയ്യുന്നു എന്നാണ്. ഈ ഒരാളെങ്കിലും സോൾവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എ ചെയ്യുന്നു, അല്ലെങ്കിൽ ബി ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചെയ്താലും കുഴപ്പമില്ല. ഒരാളെങ്കിലും എന്ന ഓറാണ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. അതിനെ മറ്റൊരു രീതിയിലും ചോദിക്കാം. പ്രോബ്ലം വിൽ ബി സോൾവ്. പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുന്നു. പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയല്ലോ. ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്താൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെട്ടു. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതും അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ രണ്ട് രീതിയിലും ചോദ്യം ചോദിക്കാം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം വിൽ ബി സോൾവ് എന്ന് ചോദിക്കാം. അപ്പോൾ നോക്കിയേ, പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. അറ്റ്ലീസ്റ്റ് വൺ മീൻസ് എയ്തർ എ സോൾവ് ഓർ ബി സോൾവ് എന്നാണ്. ഒന്നിലും ആരെങ്കിലും ഒരാളെങ്കിലും, ദാറ്റ് മീൻസ് എ ഓർ ബി എന്നാണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം എന്ന് പറഞ്ഞാൽ ഓർ ആണ്. പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. എ ഓർ ബി, അതാണ് എ യൂണിയൻ ബി. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാൻ നമുക്ക് ഫോർമുലയുണ്ട്. അഡീഷൻ തിയറം കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് ഈ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/3 പ്ലസ് 1/4 മൈനസ് 1/3 ഇൻറ്റു 1/4. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ ഡി പാർട്ട്, പ്രോബിലിറ്റി ഓഫ് നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. ഈ നൺ ഓഫ് ദം സോൾവ് എന്ന് പറഞ്ഞാൽ, സോറി, നൺ ഓഫ് ദം അല്ല, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. അവിടെ തെറ്റിപ്പോയി. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ്. നൺ ഓഫ് ദം എന്നല്ല, അത് തിരുത്തണം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം, സോറി, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദമും അല്ല, എക്സാക്ട്ലി വൺ ഓഫ് ദം. സോറി, ഡി പാർട്ട് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്, അങ്ങനെയല്ലേ? അതെ, എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എന്നാണ് അതിൻ്റെ ഡി പാർട്ട്. എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. ആ രീതിയിൽ തിരുത്തിക്കൊള്ളാം. എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് മീൻസ് കൃത്യം ഒരാൾ സോൾവ് ചെയ്യുന്നു എന്നാണ്. ഈ കൃത്യം ഒരാൾ സോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിൽ സംഭവിക്കാം. എന്നൊക്കെയാണ്, ഒന്ന് എ സോൾവ് ആൻഡ് ബി ഡസ് നോട്ട് സോൾവ് ആകാം. എ സോൾവ് ചെയ്യുന്നു, ബി സോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരാളല്ലേ ചെയ്തുള്ളൂ. ഓർ എ ഡസ് നോട്ട് സോൾവ് ആൻഡ് ബി സോൾവ്, അങ്ങനെയും ആകാം. എ ചെയ്യുന്നില്ല, ബി ചെയ്യുന്നു. അപ്പോൾ ഒന്നുകിൽ എ ചെയ്യുന്നു, ബി ചെയ്യുന്നില്ല. അതാണ് എ സോൾവ് ആൻഡ് ബി ഡസ് നോട്ട് സോൾവ്. ഓർ എ ഡസ് നോട്ട് സോൾവ് ആൻഡ് ബി സോൾവ്, എ ചെയ്യുന്നില്ല, ബി ചെയ്യുന്നു. അതിൽ എ സോൾവ് ആൻഡ് ബി ഡസ് നോട്ട് സോൾവ് എന്നുള്ളതിന് നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ആൻഡ് വരുന്നിടത്തല്ല ഇൻ്റർസെക്ഷനാണ്, ഓർ വരുന്നിടത്തല്ല യൂണിയനാണ്. ഒരെണ്ണം ഒരു ഇവൻ്റ് ഒക്കെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ സോൾവ് എന്നുള്ളതിനെ എ എന്ന് എഴുതി, ആൻഡ് എന്നുള്ളത് ഇൻ്റർസെക്ഷനായി. ബി ഡസ് നോട്ട് സോൾവ്, അത് ബി കോംപ്ലിമെൻറ്റായി. ഓർ അതാണ് യൂണിയൻ. എ ഡസ് നോട്ട് സോൾവ് ആൻഡ് ബി സോൾവ്. എ ഡസ് നോട്ട് സോൾവ് മീൻസ് എ കോംപ്ലിമെൻറ്റ്, ആൻഡ്
means intersection, B solve means B. A intersection B complement union A complement intersection B. അപ്പോൾ ഇത് പറയുമ്പോൾ ഈ നേരത്തെ പ്ലസ് വണ്ണിൽ പഠിച്ച ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് തിരിച്ച് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. നമ്മൾ രണ്ട് ഇൻഡിപെൻഡൻ്റ് അല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസുകൾ നമ്മൾ പഠിച്ചു. എപ്പോഴാണ് രണ്ട് ഇവൻസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുന്നത്? ഇവൻസ് എ ആൻഡ് ബി ആർ കാൾഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആകുമ്പോൾ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആകാന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് എലമെൻ്റ് ഇല്ലാത്തപ്പോൾ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ട് ഇവൻറ്റുകൾക്ക് ഒരുമിച്ച് ഒക്കർ ചെയ്യാൻ കഴിയാത്തപ്പോൾ. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഒക്കർ ചെയ്യുകയുള്ളൂ, ഒരുമിച്ച് രണ്ട് ഇവൻറ്റുകൾക്ക് ഒക്കർ ചെയ്യാൻ കഴിയില്ല. വേറെ പറഞ്ഞാൽ ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റേ ഇവൻറ്റിൻ്റെ ഒക്കറൻസിനെ തടയുന്നു. ഒരുമിച്ച് ഒക്കർ ചെയ്യാൻ കഴിയുന്നതെന്ന് അർത്ഥത്തില്ലേ? എ ഒക്കർ ചെയ്താൽ ബി ഒക്കർ ചെയ്യത്തില്ല, എയുടെ ഒക്കറൻസ് ബിയുടെ ഒക്കറൻസിനെ തടയുന്നു. തിരിച്ച് ബി ഒക്കർ ചെയ്താൽ എ ഒക്കർ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഇവൻറ്റുകളെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എങ്കിൽ, ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ദെൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. ജനറലി അഡിഷൻ തിയറം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. പക്ഷേ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റായി പോവുകയും അതിൻ്റെ പ്രോബബിലിറ്റി 0 ആവുകയും ചെയ്യും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. എ യൂണിയൻ ബി മീൻസ് എ ഓർ ബി, എ അല്ലെങ്കിൽ ബി, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കാണാൻ ആ എയുടെ പ്രോബബിലിറ്റി പ്ലസ് ബിയുടെ പ്രോബബിലിറ്റി എന്ന് എടുത്താൽ മതി. എപ്പോഴാണ് ആ ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളാണെങ്കിൽ, ദാറ്റ് മീൻസ് ഒരുമിച്ച് ഒക്കർ ചെയ്യാൻ കഴിയാത്ത ഇവൻറ്റുകളാണെങ്കിൽ, ദാറ്റ് മീൻസ് ഒന്നിൻ്റെ ഒക്കറൻസ് മറ്റേതിൻ്റെ ഒക്കറൻസിനെ തടയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ യൂണിയൻ ഉപയോഗിച്ച് രണ്ട് ഇവൻറ്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ അതിൻ്റെ പ്രോബബിലിറ്റി കാണാൻ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി കാണാൻ എയുടെ പ്രോബബിലിറ്റി പ്ലസ് ബിയുടെ പ്രോബബിലിറ്റി. അപ്പോൾ അത് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ആണ്. അത് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ സോൾവ് ആൻഡ് ബി ഡസ് നോട്ട് സോൾവ് ഓർ എ ഡസ് നോട്ട് സോൾവ് ആൻഡ് ബി സോൾവ് എന്നാണ് എഴുതിയത്. അതിനെ നമ്മൾ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതി. നിങ്ങൾ ആ രണ്ട് ഇവൻറ്റുകളൊന്ന് പരിശോധിക്കുക. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ സോൾവ് ചെയ്യുന്നു ബി സോൾവ് ചെയ്യുന്നില്ല എന്നാണ്. ഓർ എ കോംപ്ലിമെൻറ്റ് ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ സോൾവ് ചെയ്യുന്നില്ല ബി സോൾവ് ചെയ്യുന്നു എന്നാണ്. ഈ രണ്ട് ഇവൻറ്റുകളൊന്ന് പരിശോധിച്ച് രണ്ടും കൂടി ഒരുമിച്ചൊക്കെ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞ എ സോൾവ് ചെയ്യുന്നു ബി സോൾവ് ചെയ്യുന്നില്ല, അതൊക്കെ ചെയ്താൽ അതിൻ്റെ അർത്ഥം രണ്ടാമത് പറഞ്ഞ ബി എ സോൾവ് ചെയ്യുന്നില്ല ബി സോൾവ് ചെയ്യുന്നു, അതൊക്കെ ചെയ്തില്ല എന്നാണ്. രണ്ടും ഒരുമിച്ചൊക്കെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രണ്ട് ഇവൻറ്റുകളാണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും എ കോംപ്ലിമെൻറ്റ് ഇന്റർസെക്ഷൻ ബിയും. അതുകൊണ്ട് ഈ യൂണിയൻ വരുമ്പോൾ പ്രോബബിലിറ്റി കിട്ടാൻ രണ്ട് പ്രോബബിലിറ്റിയുടെ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ എന്ത് കിട്ടും? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇന്റർസെക്ഷൻ ബി. അപ്പോൾ ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? ഈ സിൻസ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ആൻഡ് എ കോംപ്ലിമെൻറ്റ് ഇന്റർസെക്ഷൻ ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഒരുമിച്ചൊക്കെ ചെയ്യാൻ കഴിയാത്ത ഇവൻറ്റുകളായതുകൊണ്ടാണ് ഈ യൂണിയൻ വന്നപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എടുത്ത് പ്ലസ് ചെയ്താൽ ആൻസർ കിട്ടും. ഇനി നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? നേരത്തെ പറഞ്ഞതുപോലെയാണല്ലോ, ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ തീർച്ചയായും എയും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനെ നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. അതേപോലെ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇന്റർസെക്ഷൻ ബിയെ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പി ഓഫ് എ 1/3, പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് 3/4 അറിയാം, നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസൊക്കെ അതെല്ലാം അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ ആവും. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 4 പാർട്ടും കൂടെ ഒരുമിച്ച് ചോദിക്കണമെന്നില്ല, 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് വന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ പാർട്ടുകൾ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് തന്നെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. പ്രോബബിലിറ്റീസ് ഓഫ് 3 സ്റ്റുഡൻസ് സോൾവ് എ പ്രോബ്ലം ഇൻഡിപെൻഡൻ്റ്ലി ആർ 1/2, 1/3, 1/4. 3 പേര് സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അത് 1/2, 1/3, 1/4 If all of them try to solve the problem, find the probability that ഇവരെല്ലാവരും പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. Then find the probability that A part all of them solve the problem, എല്ലാവരും സോൾവ് ചെയ്യുന്നു. B part none of them solve the problem, ആരും ചെയ്യുന്നില്ല. C part problem will be solved, problem will be solved എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്താൽ മതി. That means at least one of them solve the problem എന്നാണ്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ചെയ്താൽ മതി എന്നാണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ്. രണ്ടും ഒരേ അർത്ഥമാണ്. ചോദ്യത്തിൽ രണ്ട് രീതിയിൽ മാറി ചോദിക്കാം. പ്രോബ്ലം വിൽ ബി സോൾവ് എന്ന് ചോദിക്കാം, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് എന്ന് ചോദിക്കാം. ഡി പാർട്ട് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്. അപ്പോൾ നമുക്ക് 3 സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് സോൾവ് ചെയ്യുന്നതിൻ്റെ എ എന്നും
സെക്കൻഡ് സ്റ്റുഡൻറ്റ് സോൾവ് ചെയ്യുന്ന ഇവൻറ്റിനെ ബി എന്നും തേർഡ് സ്റ്റുഡൻറ്റ് സോൾവ് ചെയ്യുന്ന ഇവൻറ്റിനെ സി എന്നും എഴുതാം. അപ്പോൾ ലെറ്റ് എ ബി സി ബി ദ ഇവൻറ്റ്സ്, ദ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റുഡൻറ്റ് സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ പ്രോബിലിറ്റീസ് തന്നിട്ടുണ്ട് 1/2, 1/3, 1/4 ആണ്. അപ്പോൾ പി ഓഫ് എ 1/2 ആണ്, പി ഓഫ് ബി 1/3 ആണ്, പി ഓഫ് സി 1/4 ആണ്. ഞാൻ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. 1 മൈനസ് പി ഓഫ് എ, ഇറ്റ് ഈസ് 1 മൈനസ് 1/2, ഇറ്റ് ഈസ് 1/2. പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്, ഇറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് ബി, 1 മൈനസ് 1/3, 2/3. Now P of C complement, 1 minus P of C, it is 1 minus 1/4, 3/4. ഇനി എ പാർട്ട്, പ്രോബബിലിറ്റി ഓഫ് ഓൾ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. എല്ലാവരും സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. എല്ലാവരും ചെയ്യുക എന്ന് പറഞ്ഞാൽ എയും ചെയ്യും, ഫസ്റ്റും ചെയ്യുന്നു, സെക്കൻഡും ചെയ്യുന്നു, തേർഡും ചെയ്യുന്നു. ഫസ്റ്റ് ചെയ്യുന്നതിനെ എ എന്ന് എഴുതിയ, സെക്കൻഡ് ചെയ്യുന്നതിനെ ബി എന്ന് എഴുതിയ, തേർഡ് സ്റ്റുഡൻറ്റ് ചെയ്യുന്നതിനെ സി എന്ന് എഴുതിയത്. അപ്പോൾ എ ആൻഡ് ബി ആൻഡ് സി എന്നാണ്. ദാറ്റ് മീൻസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയാണ് സോൾവ് ചെയ്യുന്നത് പറയുന്നത് കൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിയെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി എന്ന് എഴുതാം. ആ വാല്യൂസ് എല്ലാം തന്നിട്ടുള്ള വാല്യൂസ് ആണ്, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/2 ഇൻറ്റു 1/3 ഇൻറ്റു 1/4. അടുത്ത ബി പാർട്ട്, പ്രോബബിലിറ്റി ഓഫ് നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. നൺ ഓഫ് ദം സോൾവ് മീൻസ് ആരും സോൾവ് ചെയ്യുന്നില്ല. ആരും സോൾവ് ചെയ്യുന്നില്ല മീൻസ് എ ചെയ്യുന്നില്ല, ബി ചെയ്യുന്നില്ല, സി ചെയ്യുന്നില്ല. എ ചെയ്യുന്നില്ല എന്നുള്ളതിനാണ് എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതിയത്. ബി ചെയ്യുന്നില്ല എന്നുള്ളതിന് ബി കോംപ്ലിമെൻറ്റ്. സി ചെയ്യുന്നില്ല എന്നുള്ളതിന് സി കോംപ്ലിമെൻറ്റ്. എ ചെയ്യുന്നില്ല, ബി ചെയ്യുന്നില്ല, സി ചെയ്യുന്നില്ല. ആൻഡ് ആണ്. എ ഡസ് നോട്ട് സോൾവ്, ആൻഡ് ബി ഡസ് നോട്ട് സോൾവ്, ആൻഡ് സി ഡസ് നോട്ട് സോൾവ് ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. ഇതിനെ എങ്ങനെ മാറ്റാം? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണല്ലോ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മാറ്റാം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി കോംപ്ലിമെൻറ്റ്. ഈ രീതിയിലേക്ക് അതിനെ മാറ്റാൻ പറ്റും അല്ലേ? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ ബി സി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും സി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് ആണ്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4. സി പാർട്ട്, പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രോബ്ലം വിൽ ബി സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടണം. ദറ്റ് മീൻസ് ആരെങ്കിലും ഒരാളെങ്കിലും സോൾവ് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ് എന്നുള്ളതിന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് എന്ന് എഴുതാം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം മീൻസ് ഒരാളെങ്കിലും. ദറ്റ് മീൻസ് ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി എന്ന, ഒന്നുകിൽ എ ഓർ ബി ഓർ സി എന്ന് ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ എ ഓർ ബി ഓർ സി ആണ്. ദാറ്റ് മീൻസ് എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഇവൻ്റ് ഒക്കർ എന്ന് പറഞ്ഞാൽ യൂണിയനാണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഇവൻ്റ് ഒക്കർ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് എന്ന് പറയാം. ചിലപ്പോൾ ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ട് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സെലക്റ്റഡ് എന്ന് പറയാം. അവിടെയൊക്കെ യൂണിയനാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. ഇവിടെ ഒരു കാര്യം ഒന്ന് നമ്മൾ നോട്ട് ചെയ്യണം. ഈ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിക്ക് ഒരു ഫോമുലയുണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള അഡീഷൻ തിയറത്തിൽ. ആ ഫോമുല ഇതാണ്: പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറേ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിൽ ചെയ്യാം. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാമല്ലോ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ആവും. ആ ഒരു കാര്യം ഉപയോഗിക്കുക. എയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എ യൂണിയൻ ബി യൂണിയൻ സിയുടെ പ്രോബബിലിറ്റി നമുക്കതിനെ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ഈ കണ്ടീഷനാണ് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി. എയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് എയുടെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന്. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സിയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് എ യൂണിയൻ ബി യൂണിയൻ സിയുടെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി.
എ യൂണിയൻ ബി യൂണിയൻ സി ഹോൾ കോംപ്ലിമെൻ്റ് എന്നുള്ളതിന് ഡി മോർഗൻസ് ലോ എന്നൊരു ലോ ഉണ്ട്. ആ ലോ ഉപയോഗിക്കുകയാണെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ്. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തതാണ്. നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ്, അതിനെ പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചതാണ്. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചതായതുകൊണ്ട് അത് വീണ്ടും ആ സ്റ്റെപ്പുകൾ എഴുതേണ്ട ആവശ്യമില്ല. ഈ കിട്ടിയ വാല്യൂ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ അത് 1 മൈനസ് 1/4 എന്നാവും, ഈക്വൽ ടു 3/4. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇത് പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എഴുതാം. എങ്ങനെയാണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് എഴുതാം. പക്ഷേ അത് എഴുതുമ്പോൾ കുറേ അധികം നമ്പേഴ്സ് ഫ്രാക്ഷൻസ് എടുത്ത് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ വരും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ ചെയ്താൽ നമുക്ക് സമയം ലാഭിക്കാം. ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്താലും ആൻസർ കിട്ടും, മാർക്ക് കിട്ടും. പക്ഷേ അത് കുറച്ചുകൂടി സമയം നഷ്ടം ഉണ്ടാക്കും. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇത് മെത്തേഡോട് നോക്കുക. ഒരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റിയാണ്. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സിയുടെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് എ യൂണിയൻ ബി യൂണിയൻ സിയുടെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റിയാണ്. അതിനെ നമുക്ക് ഡിമോർഗൻസ് ലോ ഉപയോഗിച്ച് എ യൂണിയൻ ബി യൂണിയൻ സി കോംപ്ലിമെൻറ്റിന് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാൻ പറ്റും. അത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെൻറ്റ് എന്നാണ്. പക്ഷേ അത് ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതായിട്ട് ആ സ്റ്റെപ്പ് ഒന്നും എഴുതിയില്ല, വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത ഡി പാർട്ട്, പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്. അവിടെ ആലോചിക്കുക, എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്, കൃത്യം ഒരാൾ സോൾവ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇവിടെ 3 പേരുണ്ട്. കൃത്യം ഒരാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെ സംഭവിക്കാം? എ ചെയ്യുന്നു, ബിയും സിയും ചെയ്യുന്നില്ല. അങ്ങനെ സംഭവിക്കാമല്ലോ. അതിനാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് എന്ന് എഴുതിയത്. ഓർ അതാണ് യൂണിയൻ. ഇനി എന്ത് സംഭവിക്കാം? ബി ചെയ്യുന്നു, എയും സിയും ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. ഓർ വീണ്ടും യൂണിയൻ. എയും ബിയും ചെയ്യുന്നില്ല, സി ചെയ്യുന്നു. ദാറ്റ് മീൻസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി. കണ്ടല്ലോ. അപ്പോൾ ആദ്യത്തിൽ എ ചെയ്യുന്നു, ബിയും സിയും സോൾവ് ചെയ്യുന്നില്ല. അതാണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. ഓർ അതാണ് യൂണിയൻ. ബി ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബി വന്നു, ബാക്കി 2 ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ഇൻ്റർസെക്ഷൻ വന്നു. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. ഓർ ദാറ്റ് മീൻസ് വീണ്ടും യൂണിയൻ. സി ചെയ്യുന്നു, എയും ബിയും ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ തന്നെ ഈ ഓരോന്നും ഏതാ? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ മാത്രം ചെയ്യുന്നു എന്നാ, മറ്റാരും ചെയ്യുന്നില്ല എന്നാ. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബി മാത്രം ചെയ്യുന്നു, മറ്റാരും ചെയ്യുന്നില്ല എന്നാ. ഓർ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി, ദാറ്റ് മീൻസ് സി മാത്രം ചെയ്യുന്നു, ബാക്കി 2 പേരും ചെയ്യുന്നില്ല. ഈ 3 ഇവൻറ്റുകൾക്ക് ഒരുമിച്ചൊക്കെ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എ മാത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതൊക്കെ ചെയ്താൽ രണ്ടാമത് പറഞ്ഞാൽ ബി മാത്രം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ചെയ്യത്തില്ല, സി മാത്രം ചെയ്യുന്നു ഒക്കെ ചെയ്യത്തില്ല. ഏതെങ്കിലും ഒരെണ്ണമേ ഒക്കെ അറിയൂ. ഒന്നുകിൽ ആദ്യത്തെ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്, അതല്ലെങ്കിൽ രണ്ടാമത്തത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്, അതല്ലെങ്കിൽ മൂന്നാമത്തത്. ഇതിലേതെങ്കിലും ഒരെണ്ണമേ ഒരു സമയത്തൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചൊക്കെ ചെയ്യാൻ കഴിയാത്ത ഇവൻറ്റുകളാണ്. ഒരുമിച്ചൊക്കെ അറിയാൻ കഴിയാത്ത ഇവൻറ്റുകളെയാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ് എങ്കിൽ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടതാണ്. യൂണിയൻ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ പ്രോബിലിറ്റി കാണാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം: പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി. മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്കിതിനെ എങ്ങനെ എടുക്കാം? ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അപ്പോൾ ഇതിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെൻറ്റ് പ്ലസ് ഇതിനെ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെൻറ്റ് പ്ലസ് ഇതിനെ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് സി. ഇതെല്ലാം അറിയാവുന്നത് നേരത്തെ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വാല്യൂസ് ആണ്. ആ വാല്യൂസ് എല്ലാം അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. ആൻസർ കിട്ടും. ഒരു കുറച്ച് ഹോംവർക്ക് ആയിട്ട് തരാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അപ്പിയർഡ് ഫോർ ആൻ ഇൻ്റർവ്യൂ ഫോർ 2 വേക്കൻസീസ് ഇൻ ദ സെയിം പോസ്റ്റ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യാണ്. 2 വേക്കൻസി ഉണ്ട്, സെയിം പോസ്റ്റിലേക്കുള്ള 2 വേക്കൻസി. ഈ 2 വേക്കൻസി എന്നുള്ളത് പറയാൻ കാര്യം, നമുക്ക് വേണമെങ്കിൽ 2 പേർക്കും സെലക്ഷൻ കിട്ടാം, ഒരാൾക്ക് മാത്രം സെലക്ഷൻ കിട്ടാം, ഒരാൾക്കും കിട്ടാതെ ഇരിക്കാം. കാരണം 2 വേക്കൻസി ഉണ്ടല്ലോ.
ഒരു വേക്കൻസി ആണെങ്കിൽ ഒരാൾക്ക് കിട്ടിയാൽ മറ്റൊരാൾക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ രണ്ടുപേരും സെലക്ട് ചെയ്യുന്ന തടസ്സമൊന്നുമില്ല. അപ്പോൾ ഒരാളുടെ സെലക്ഷൻ മറ്റൊരാളുടെ സെലക്ഷനെ ബാധിക്കുന്നില്ല. ഒരാളുടെ സെലക്ഷൻ മറ്റൊരാളുടെ സെലക്ഷൻ്റെ പ്രോബിലിറ്റിയെ ബാധിക്കുന്നില്ല. അങ്ങനെ അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇനി ദ പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് സെലക്ഷൻ ഈസ് 1/4 ആൻഡ് ദ പ്രോബിലിറ്റി ഓഫ് വൈഫ്സ് റിജക്ഷൻ ഈസ് 4/5. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ സെലക്ട് ചെയ്യപ്പെടാനുള്ള പ്രോബിലിറ്റിയും മറ്റൊരാൾ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള പ്രോബിലിറ്റി തന്നേക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് ഹസ്ബൻഡ് സെലക്ഷൻ ഈസ് 1/4. ഹസ്ബൻഡ് ഈസ് സെലക്റ്റഡ് എന്ന ഇവൻറ്റിനെ നമുക്ക് എ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എയുടെ പ്രോബിലിറ്റിയാണ് 1/4. വൈഫ് ഈസ് സെലക്റ്റഡ് എന്ന ഇവൻറ്റിനെ ബി എന്ന് ഡിനോട്ട് ചെയ്താൽ തന്നിരിക്കുന്നത് സെലക്ട് ചെയ്യപ്പെടാനുള്ള പ്രോബിലിറ്റി അല്ല, പ്രോബിലിറ്റി ഓഫ് വൈഫ്സ് റിജക്ഷൻ ആണ്, സെലക്ട് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. ദാറ്റ് മീൻസ് ബി കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റിയാണ് 4/5. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി കിട്ടിയാൽ പി ഓഫ് ബി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, 1 - P of B കോംപ്ലിമെൻറ്റ് ഉപയോഗിച്ച്. അതുപോലെ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോളാം. ദെൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് നേരത്തെ ചോദിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ബോത്ത് ഓഫ് ദം സെലക്റ്റഡ്, നൺ ഓഫ് ദം സെലക്റ്റഡ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സെലക്റ്റഡ്, എക്സാക്ട്ലി വൺ ഓഫ് ദം സെലക്റ്റഡ്. നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ 4 ടൈപ്പാണ്. ബോത്ത് ഓഫ്, എല്ലാവരും സെലക്ട് ചെയ്യപ്പെടുന്നു, ആരും സെലക്ട് ചെയ്യപ്പെടുന്നില്ല, അറ്റ്ലീസ്റ്റ് വൺ സെലക്ട് ചെയ്യപ്പെടുന്നു, എക്സാക്ട്ലി വൺ സെലക്ട് ചെയ്യപ്പെടുന്നു. ഈ 4 ടൈപ്പാണ് ചോദിക്കുന്നത്. 4 കൂടെ ഒരു ചോദ്യത്തിൽ ഉണ്ടാവണമെന്നില്ല. എക്സാമിന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ 1-2 പാർട്ടോ ഒക്കെ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ 4 ചോദിച്ചുവിടാനൊന്നുമില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. ഈ ടൈപ്പ് പ്രോബ്ലങ്ങൾ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.